ഹായ് നമസ്കാരം, ഞാൻ ആതിര. ഈ വീഡിയോയിൽ നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായ റേസർപേ അക്കൗണ്ട് എങ്ങനെ തുടങ്ങാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരു ചെറുകിട സംരംഭകനോ അതോ ഫ്രീലാൻസറോ അതോ പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കാനും മറക്കരുത്. റേസർപേ അക്കൗണ്ട് തുടങ്ങാനായിട്ട് www.razorpay.com എന്ന വെബ്സൈറ്റിലേക്ക് വരിക. ഞാൻ ആ വെബ്സൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. ഈ ഒരു പേജിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ പറ്റും സൈൻ അപ്പ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. അതിനു മുൻപ് ഇതിനെങ്ങനെയാണ് ചാർജസ് കാര്യങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞു തരാം. മുകളിൽ പ്രൈസിംഗ് എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. ഇത് 2% എന്ന് കാണാം. അതിൽ ആനുവൽ മെയിൻ്റനൻസ് ചാർജോ സെറ്റപ്പ് ചാർജോ ഒന്നും തന്നെ ഇല്ല. ഇത് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ബേസ് ചെയ്തായിരിക്കും ചാർജ് വരിക. ഈ ഒരു റേസർപേ പേയ്മെന്റ് ഗേറ്റ്വേയിൽ നടത്തുന്ന ഓരോ ട്രാൻസാക്ഷനും 2% പ്ലസ് GST എന്നുള്ള രീതിയിലായിരിക്കും വരിക. എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ ആണോ അതിന്റെ 2% ആയിരിക്കും റേസർപേ എടുക്കുക. ഈ ഒരു റേസർപേ ഗേറ്റ്വേ സെറ്റപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉപയോഗം EMI ഒക്കെ ഇനേബിൾ ചെയ്യാൻ പറ്റും. എല്ലാവിധ ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസും, അതായത് GPay, ഫോൺപേ, പിന്നെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, എല്ലാവിധ ട്രാൻസാക്ഷൻസും ഈ ഒരു പേയ്മെന്റ് ഗേറ്റ്വേ വഴി ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇ-കൊമേഴ്സ് സ്റ്റോറിൽ ഈ ഒരു പേയ്മെന്റ് ഗേറ്റ്വേ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വഴി എല്ലാവിധ പേയ്മെന്റ് ഓപ്ഷൻസും ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ കൊടുക്കുക. അതിൽ നിങ്ങളുടെ ഇമെയിൽ വഴി സൈൻ അപ്പ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ആദ്യമായി നെയിം എൻ്റർ ചെയ്യുക, പിന്നെ മൊബൈൽ നമ്പർ. അതുവഴി നിങ്ങൾക്കൊരു OTP ലഭിക്കും. OTP കൊടുത്ത് വെരിഫൈ ചെയ്യുക. പിന്നെ നിങ്ങളോട് ചോദിക്കും എങ്ങനെയാണ് പേയ്മെന്റ് കളക്ട് ചെയ്യുക എന്ന്. അതിൽ വെബ്സൈറ്റ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്ത് ചോദിക്കുക നിങ്ങളുടെ വെബ്സൈറ്റ് ലിങ്ക് ആണ്. അത് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ പോയി ഓവർവ്യൂ പേജിൽ വെബ്സൈറ്റ് ലിങ്ക് കോപ്പി ചെയ്യുക. അതിവിടെ പേസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ സോഷ്യൽ മീഡിയ ലിങ്ക്സ് കൊടുക്കാനാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ബിസിനസിന്റെ സോഷ്യൽ മീഡിയ ലിങ്ക്സ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് ചെക്ക് ചെയ്ത ശേഷം കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെലക്ട് യുവർ ബിസിനസ് ടൈപ്പ്. നിങ്ങൾ രജിസ്റ്റേർഡ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പാൻ കാർഡ്, GST സർട്ടിഫിക്കറ്റ്സ്, ബിസിനസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ നിർബന്ധമായിട്ടും വേണം. രജിസ്റ്റേർഡ് അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പാൻ കാർഡ് മാത്രം മതിയാകും. കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അതിൽ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങളുടെ പാൻ ഡീറ്റെയിൽസും ബിസിനസ് ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. അത് കൺഫേം ചെയ്തതിനു ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങളോട് ചോദിക്കും ഏത് കാറ്റഗറിയുടെ അണ്ടറിലാണ് നിങ്ങളുടെ ബിസിനസ് വരിക എന്ന്. അതിൽ ഇ-കൊമേഴ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സബ് കാറ്റഗറി സെലക്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് KYC കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്കൊരു ഓർഡർ ലഭിച്ചാൽ അത് എത്ര നാൾക്ക് ശേഷം ഡെലിവറി ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദ്യം. ഞാനിവിടെ 0 to 7 days സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അടുത്തതായി ID പ്രൂഫ് അപ്ലോഡ് ചെയ്യാനാണ്. ഇവിടെ നിങ്ങൾക്ക് ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, പാസ്പോർട്ട് ഏത് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ വോട്ടേഴ്സ് ID അപ്ലോഡ് ചെയ്യുകയാണ്. അടുത്ത് നിങ്ങളുടെ ബിസിനസ് അഡ്രസ്സും ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാനാണ്. അത് കൃത്യമായി എൻ്റർ ചെയ്യുക. ഇനി നിങ്ങളുടെ ബിസിനസ് ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ കസ്റ്റമറിന്റെ ഓർഡർ പേയ്മെന്റ്സ് ഈ അക്കൗണ്ടിലായിരിക്കും ട്രാൻസ്ഫർ ആകുന്നത്. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ റേസർപേ അത് വെരിഫൈ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിൽ 1 rupees ക്രെഡിറ്റ് ആകുന്നതാണ്. ശേഷം വെബ്സൈറ്റ് വഴി പേയ്മെന്റ് കളക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ പ്രൈവസി പോളിസി
ടേംസ് ആൻഡ് കണ്ടീഷൻസ്, റീഫണ്ട് ആൻഡ് ക്യാൻസലേഷൻസ്, ഷിപ്പിംഗ്, കോൺട്രാക്ട്, ഇത്രയും പേജസ് നിർബന്ധമായിട്ടും വേണം. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാം. ആദ്യത്തെ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വെബ്സൈറ്റ് പേജസ് കൊടുക്കാം. അടുത്ത ഓപ്ഷൻ റൈസർപേ തന്നെ ഈ പേജസ് നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഈ പേജസ് അടുത്ത അപ്ഡേറ്റിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇപ്പോൾ ക്രിയേറ്റ് പോളിസി പേജസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ KYC വെരിഫിക്കേഷൻ ഫീ ചോദിക്കും. ഇതൊരു 1 ടൈം പേയ്മെന്റ് ആണ്. ഈ ഫീ നൽകുന്നത് വഴി നിങ്ങൾക്ക് റൈസർപേ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ശേഷം നിങ്ങൾക്ക് റൈസർപേ ഡാഷ്ബോർഡ് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങളുടെ ബിസിനസ് ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ്, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എല്ലാം കാണാം. താഴെ വെബ്സൈറ്റ് ആൻഡ് ആപ്പ് സെറ്റിംഗ്സിൽ API കീ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് കാണാം. അതിൻ്റെ റൈറ്റ് സൈഡായിട്ട് ജനറേറ്റ് കീ എന്നൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കൊരു API കീ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. API കീ കണക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വെബ്സൈറ്റ് പേയ്മെന്റ് ഗേറ്റ്വേ ആയ റൈസർപേ ആയിട്ട് കണക്ട് ആയിരിക്കുന്നു. ഈ പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിന്റെ ട്രാൻസാക്ഷൻസും കാണാൻ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഡൗട്ട്സും താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.